ഇതാണല്ലേ ഫിൽറ്റർ കോഫി മെഷീൻ. ഇതെങ്ങനെയാണ് ഇതിന്റെ ഫിൽറ്റർ ആണ്? പൗഡർ ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, തുറക്കാലോ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വെള്ളം നിറയ്ക്കും. പൊടി നിറച്ചു. இது இப்போ தாளை காலியாகும். தாளை டிக்காதுண்டு இப்போ காலியாகும்போது இது வெறும் ஃபில்டரான இருக்குது. இது மேலே பொடி விடும். ரெண்டாவது பொடி விட்டுட்டு லைட்டாக பஞ்சாரம் இட்டு நல்லா வெள்ளத்தை தலைப்பிச்சு வச்சு சூடு வெள்ளம் நல்லா தலைச்ச வெள்ளத்தை விட்டு அதற்கு கவுத்தி வைக்கும். இது கவுத்தி வச்சு ஒரு 3 மணிக்கூர். 3 മണിക്കൂർ. ഓക്കെ ഓക്കെ. എന്നാൽ ടിക്കാസ് നമുക്ക് 3 മണിക്കൂർ കഴിഞ്ഞാൽ ടിക്കാസ് റെഡിയാണ്. നമ്മുടെ ആ ഒരു ഫിൽറ്റർ കോഫിയുടെ ആ ഒരു എസെൻസ് ആ ഒരു ഫുൾ അത് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, അല്ല ഇതാണ് ഫിൽറ്റർ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വെള്ളം ഒഴിച്ച് പൊടിയും പഞ്ചാരം കൂടി ഇട്ട ലെയറിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒരു 3 മണിക്കൂർ അങ്ങ് സെറ്റാക്കി വെക്കും. പതുക്കെ പതുക്കെ ഡ്രോപ്സ് ആയിട്ട് കളക്ട് ചെയ്യും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, കാണിച്ചു തരുമല്ലോ. ഓക്കെ ഓക്കെ, ജഗ്ഗിലോട്ട് ഒഴിക്കും. കോഫി ഉണ്ടാക്കുന്നതാണ്. അതായത് ചൂടുവെള്ളത്തിൽ മൊത്തം ഗ്രാസ് അല്ലേ മൊത്തത്തിൽ ഒന്ന് കഴുകി മധുരം ഇട്ട് നല്ല കളക്ട് ചെയ്ത് നല്ല തിക്കാണിത്. പാലൊഴിക്കും. ഇത് എന്തുകൊണ്ട് നമ്മൾ ഈ കുംഭകോണം ഫിൽറ്റർ കോഫി തന്നെ സെലക്ട് ചെയ്യാൻ കാര്യം? കുംഭകോണം ഫിൽറ്റർ കോഫിയുടെ ടേസ്റ്റ് അത് കാരണമാണ്. ടേസ്റ്റ് നല്ലതായതുകൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ കാരണം. ഈ പൊടികളും ബാക്കിയെല്ലാം അവിടെ നിന്നാണോ? അവിടെ നിന്നാണ് അവരുടെ മെയിൻ ഓഫീസിൽ നിന്നാണ് അവർ ഇങ്ങോട്ട് കൊടുക്കും. ചെന്നൈ ഓഫീസിൽ നിന്നാണ്. അച്ഛനെ ഇതൊക്കെ ട്രൈ ചെയ്യണോട്ടാ, നൈസാണെന്ന്. അതെ അതെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൊടിയും ബാക്കിയെല്ലാം അവർ എല്ലാം അവിടെ നിന്ന് വരെയാണ്. ബാക്കി ഇവിടുത്തെ പാല് നമ്മൾ തമിഴ്നാട് പാലാണ് യൂസ് ചെയ്യുന്നത്. തമിഴ്നാട് പാലാണ്? അതെ അതെ അതെ. വേറൊരു വെറൈറ്റി ഇപ്പോൾ തമിഴ്നാട് പാലാണ് യൂസ് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം? നമുക്ക് തിക്ക് പാലാണ് വേണ്ടത്. തിക്ക് കൊഴുപ്പുള്ള പാലാണ് വേണ്ടത്. 4.5 എന്ന് പറയും. 4.5 അതിന്റെ ഫാറ്റ് കണ്ടന്റ് 4.5. അപ്പൊ അത് വെച്ച് കോഫി ഉണ്ടാക്കിയാലേ അതിന്റെ ടേസ്റ്റിനുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാവൂ. മറ്റേ പാല് തന്നെയല്ലേ? പശുപാല് തന്നെയാണ്. പശുപാലാണ്. ഹെറിറ്റേജ് മിൽക്കാണ്. അവിടുന്ന് കൊണ്ടുവരുന്നത്. എത്ര ദിവസം കൂടുമ്പോഴാണ് നമ്മൾ മിൽക്ക്? അല്ല, ഇവിടെ ഹോൾസെയിലേഴ്സ് ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ്. ഓക്കെ ഓക്കെ. അതല്ലേ ചായ. അപ്പൊ അവിടുന്ന് കൊണ്ടുവന്ന പാലാണിത്. ഓക്കെ. അപ്പൊ നമ്മുടെ പാലിന് അത്രയ്ക്ക് തിക്ക് ഉണ്ടാവൂല? പോരാ. ഓക്കെ, നമുക്ക് ഈ തിക്ക് വേണമെങ്കിൽ ആ പാല് നല്ല 4.5 എന്ന് പറയും. അതിന്റെ ആ പാല് വെച്ച് ഉണ്ടാക്കിയാലേ അതിന്റെ തിക്നെസ് കിട്ടത്തുള്ളൂ. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അല്ലേ കൂടുന്നത്. പിന്നെ ഷുഗർ ഡബിൾ റിഫൈൻഡ് ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത്. ഡബിൾ റിഫൈൻഡ് ഷുഗർ അത് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണോ? ഇവിടുന്ന് പാരീസ് ഷുഗർ അതൊക്കെ അല്ല. റിഫൈൻഡ് ഡബിൾ റിഫൈൻഡ് ഷുഗറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൊത്തം എന്താ പറയാ ഒന്നുമില്ല, പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഫീല്. ഒന്നുമില്ല, ഒരു കാപ്പി, ഒരു ചായ, കടികൾ, രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അത്രേ ഉള്ളൂ. പക്ഷെ ഈ ഒരു കുഞ്ഞു സ്ഥലത്തുനിന്ന് നല്ല രുചിയാണ്. ആൾക്കാര് വീണ്ടും വീണ്ടും ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇനി എന്തെങ്കിലും ഉണ്ടാക്കാൻ പൊരിക്കുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും പൊരിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. അപ്പൊ നമ്മള് കാപ്പിയും ചായയൊക്കെ ഉണ്ടാക്കണേന്ന് കണ്ടു. ഇനിയിപ്പോ ഇതിന്റെ ഒപ്പമുള്ള സൈഡ് കടികള് അവിടെ നമ്മൾ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ അവിടെ ചെയ്തു വെച്ചേക്കാണ്. അതെ, ബോണ്ട ഇപ്പോൾ താൽക്കാലികമായിട്ട് എവിടെയാണോ ഉണ്ടാക്കുന്നത് നമ്മൾ താൽക്കാലികമായിട്ട്. അതെ അതെ, ബോണ്ടയൊക്കെ. അപ്പോൾ ഇതാണ് ഇൻഗ്രീഡിയൻസ്. ബോണ്ട കഴിഞ്ഞാൽ പിന്നെ വാഴയ്ക്കാപ്പം, ഉഴുന്നുവട, പിന്നെ ബജ്ജി, വാഴയ്ക്ക ബജ്ജി ഉണ്ടല്ലേ. ഇത് ഇങ്ങനെ എണ്ണ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇതിപ്പം ഉരുളക്കിഴങ്ങ് ഇത് എന്തൊക്കെ ഇട്ടാണ് ചെയ്തേക്കുന്നത്? അതെ അതെ, ഉരുളക്കിഴങ്ങ് ഉള്ളി ഇതിൻ്റെ മിക്സാണ്. ഇതിന് ചിലവർക്ക് ഈ കാപ്പി കുടിക്കുന്നതുകൊണ്ട് ഈ കാപ്പിയുടെ രുചി ഒരു വിശേഷമായ രുചിയാണ്. അതുകൊണ്ട് ഫിൽറ്റർ കോഫിയുടെ. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല എരിവുള്ള സാധനമാണ് വേണ്ടത് അവർക്ക്. നല്ലത് മിക്കവാറും നല്ല എരിവുള്ള സാധനം കഴിക്കുമ്പോൾ അതിൻ്റെതായ രുചി ഉണ്ടാവും ഫിൽറ്റർ കോഫിക്ക്. അതെ, ഫിൽറ്റർ കോഫിക്ക്. ഓക്കെ. അപ്പോൾ ഇതിട്ട് സ്പൈസി ആയിരിക്കും. സാധാരണ നമ്മൾ കഴിക്കുന്ന ആ ഒരു ബോണ്ടയുടെ ടേസ്റ്റ് അല്ല.
കൂടുതൽ ഇത്തിരി കൂടി എരിവ് ഭയങ്കര എരിവ് കുറെ സ്വല്പം കൂടി മേളിൽ കിടക്കും. ഫിൽറ്റർ കോഫി എന്ന് പറയുമ്പോൾ അതിലൊരു ഇത്തിരി കയ്പ് അങ്ങനത്തെ ഇത് ഇത്തിരി ഇല്ല. ഫിൽറ്റർ കോഫിയിൽ ആക്ച്വലി കാഫി കുടിക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഷുഗർ ആണ് കുടിക്കേണ്ടത്. അപ്പോഴേ യഥാർത്ഥ രുചി നമ്മൾ കണ്ടുപിടിക്കത്തുള്ളൂ. ആ കയ്പ് നമുക്ക് കയ്പ് ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഷുഗർ ചോദിക്കും. അപ്പൊ നല്ല മധുരത്തോട് കൂടി കുടിക്കുമ്പോൾ ആ കാഫിയുടെ ടേസ്റ്റ് അത്രയ്ക്ക് അവർ അനുഭവപ്പെടില്ല. ഇത് ശരിക്കും പായസം കുടിക്കുന്ന പോലെ ഇരിക്കും. ബട്ട് നന്നായിട്ട് ചോദിക്കണമെങ്കിൽ കുറെ മിനിമം ഷുഗർ ഇട്ടിട്ട് നല്ല തിക്ക് കോഫി കുടിക്കുകയാണെങ്കിൽ അത് സ്ട്രോങ് കോഫി കുടിക്കുമ്പം അതിൻ്റെതായ രുചിയാണ്. അതിൻ്റെ ഇപ്പം നല്ല ചൂടൻ ബോണ്ട വിത്ത് നല്ല എരിവുള്ളത്, നല്ല ഉഗ്രൻ എരിവുള്ള ബോണ്ട. എരിവുള്ള ബോണ്ടയും കാഫിയും ചൂട് കാഫിയും. ഇപ്പൊ ഇവിടെ ചെറിയ ഉണ്ടയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹം ഉണ്ടാക്കുന്ന ആൾ ഇപ്പൊ വരും. തൊട്ടപ്പുറത്തോട്ട് പോയേക്കാണ്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ചേട്ടൻ എന്നാ പേരെന്നത്? മുരുകൻ. അപ്പൊ മുരുകൻ ചേട്ടനാണ്. മുരുകണ്ണായി ഇങ്ങോട്ട് നമുക്ക് തിരിഞ്ഞ ആൾക്കാരെയൊക്കെ കാണാം. അപ്പൊ മുരുകണ്ണനാണ് നമുക്കിന്ന് നമ്മുടെ ബോണ്ട. இது என்ன ப்ரிப்பரேஷன்ல என்னென்ன ஐட்டம்ஸ் இருக்குன்னு சொல்லி கொடுங்களா? வந்து கேபேஜ், பீன்ஸ், சவாலா, உருளைக்கிழங்கு, குருமிளகு, மஞ்சப்பொடி, உப்பு எல்லாமே மிக்ஸ் பண்ணி நல்ல எரிவு സ്വല്പം മേലെ തായിരിക്കും. സ്വല്പം കൂടുതലാണ്. കാരണം ഈ കാഫിയുടെ കൂടെ ഇത് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. அப்போ பண்ணலாமே. இது எந்த மாவு? இது கடல மாவு மட்டும், வேற ஒன்றுமே இல்லை. பண்ணலாமே. അപ്പോൾ നല്ല കടലമാവിൽ ഇങ്ങനെ ഈ ഉരുളക്കിഴങ്ങും ബാക്കിയുള്ള എല്ലാം മിക്സ് ഇങ്ങനെ മുക്കി ചൂടെണ്ണയിൽ. അല്ലേ ഇത് തമിഴ് സ്റ്റൈൽ താണേ? എല്ലാം തമിഴ് തന്നെ. അപ്പോൾ നമ്മൾ പൊരിക്കാൻ വേണ്ടി ഇടുകയാണ്. ഉണ്ട ഊട്ടുന്നുണ്ട്. ചെറിയ ഒരു കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഉണ്ട. ആദ്യം ഉരുളക്കിഴങ്ങ് അവിച്ചു അതിനകത്ത് തൊലി മാറ്റി കഴുകിയിട്ട് ഉടച്ച് അങ്ങനെ എടുക്കുമല്ലേ? സവോള ഒക്കെ ഇട്ട് വഴറ്റി നന്നായിട്ട് വഴറ്റി അതിനകത്ത് ഉടച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് ഉടച്ചങ്ങ് എടുക്കണം. അപ്പോൾ അതിങ്ങനെ കിട്ടും. ഇത് നേരെ നമ്മുടെ കടലമാവ് മറ്റതാണ്. അതെന്താ ഗ്രീൻ കളറ്? വെളുത്തുള്ളി, ഇത് മൂന്നും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇടലാമേ. നന്നായിട്ട് നൈസായിട്ട് മുക്കിയെടുത്ത്. പിന്നെ ഇവിടെ വാഴക്കാപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത്തക്കപ്പം, അതായത് നമ്മുടെ പഴംപൊഴിയല്ല പഴംപൊരിയാണ്. ഏത്തക്കപ്പം വാഴക്കാപ്പം എല്ലാം സെയിം തന്നെയാണ്. പഴംപൊരി അത് ചില സൈഡിലോട്ട് പേര് മാറണമെന്ന് തോന്നുന്നു. ബോണ്ട ഇങ്ങനെ ഇടുന്നുണ്ട്. ചൂട് ബോണ്ട, നല്ല ചൂടാണ്. ഹോമം ജീരകം എന്താ കറക്റ്റ് ആയിട്ട്? അത് ആക്ച്വലി ഡൈജഷന് നല്ല സാധനമാണ്. അത് ഗ്യാസ് ഉള്ള പ്രോബ്ലം ഗ്യാസ് വരില്ല. ഈ ഉരുളക്കിഴങ്ങുള്ളതുകൊണ്ട് ഹോമം എന്താ ശരിക്കും? ഗ്യാസാണ്. ഹോമം ജീരകത്തിന്റെ നല്ല ചെറിയ ഓക്കെ, ചെറുതാണ് ശരിക്കും, ചെറിയ ഒരു ഇത്. പക്ഷെ മണത്തിന്റെ ജീരകത്തിന്റെ പ്രത്യേകത വല്ലതും കാണുന്നുണ്ടോ? മണത്തിന് ജീരകമല്ല, ടേസ്റ്റിലും അല്ല, ഒരിത്തിരി ജീരകവും അല്ല. ജീരകത്തിന്റെ പോലെ ചെറുത്. ഇതൊക്കെയാണ് ഇവരുടെ പൊടിയായ പൊടിക്കൈകൾ. അപ്പോൾ അത് കോരിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കഴിക്കാം. ഇതിപ്പോ നമ്മളിനി പഴംപൊരി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അടുത്തത് ഉഴുന്നുവട. അപ്പൊ ഉഴുന്നുവടയ്ക്കുള്ള മാവൊക്കെ റെഡിയാണോ? ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്തിട്ട് നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാമല്ലോ അല്ലേ?